ഡോക്ടർ പി എസ് സുനിൽ, ഇവിടെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം ഇതിനകം അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ താഴേക്ക് ഇടിഞ്ഞു വീണ മലനിരയുടെ ഒരു ഭാഗം മുഴുവൻ മണ്ണിനടിയിൽ, ഈ നദിക്കടിയിലുണ്ട്. അത് നദിയുടെ അടിത്തട്ടിൻ്റെ സ്വാഭാവിക ഘടന പോലും മാറ്റിയിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ പറയുകയാണ്. ഏത് രീതിയിൽ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു മെയിൻ പ്രതിസന്ധി എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. കാലാവസ്ഥ മഴ ഇപ്പം കുറഞ്ഞു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും നമുക്കിപ്പം ഈ വീഡിയോയിൽ കൂടെ തന്നെ, ടി വിയിൽ കൂടെ കാണുന്ന വീഡിയോയിൽ കൂടെ തന്നെ കാണാൻ പറ്റും. മുകളിൽ നമ്മുടെ ഈ പുഴയുടെ മുകളിൽ തന്നെ നല്ല ഒഴുക്കുണ്ട്. അതേപോലെ നമ്മൾ ഇതിനെക്കാട്ടിയും ചിലപ്പോൾ അതിന്റെ 10 മടങ്ങായിരിക്കാം ഒരു പക്ഷെങ്കിൽ താഴേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു അണ്ടർ കറന്റിന്റെ ഒഴുക്ക്. അപ്പം ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു നേവിയുടെയും അതേപോലെ തന്നെ ആർമിയുടെയും ഒഫീഷ്യൽസ് രാവിലെ സംസാരിക്കുന്നത് കേട്ടിരുന്നു. അവർക്കിപ്പം അവരുടെ കൂടെയുള്ള ഡൈവേഴ്സ് എന്നൊക്കെ പറയുന്നില്ല, ഇത്തരം പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ പ്രഗത്ഭരായവരാണ്. എങ്കിൽ പോലും ഇപ്പം അവർക്ക് താഴെ പോയി അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഈ ഒരു അതിന്റെ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ അവരവിടെ കറങ്ങി നടക്കുകയല്ല, അവരതിന്റെ ഒരു ലൊക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എങ്ങനെ അർജുനന്റെയൊക്കെ എത്തിച്ചേരാനുള്ള ശ്രമമാണ്. ഒരു പക്ഷേങ്കിൽ ഈ ഒരു താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതല്ല, അതിന് പക്ഷേ അവർക്ക് അവരുടെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കാണും. ഒരുപക്ഷെ ഒഴുക്ക് നിയന്ത്രിച്ചുകൊണ്ട് എന്തായാലും ഇപ്പം നമുക്കറിയാം അവിടെ നല്ലൊരു ഒഴുക്കുണ്ട്. അതേപോലെ തന്നെ മുകളിൽ നിന്നും നല്ല രീതിയിലുള്ള മണ്ണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒഴുക്കിന്റെ ഒരു ശക്തി കൂടുന്നതനുസരിച്ച് ഒരുപക്ഷെ അതിന്റെ മുകളിലുള്ള മണ്ണ് ഓൾറെഡി കുറച്ച് നീക്കം ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊരുപക്ഷെ അവരുടെ ഈ ഒരു കണ്ടെത്തലിനെ കുറച്ച് പ്രായോഗികമായിട്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും അവർക്ക് ഡൈവേഴ്സ് താഴേക്ക് പോകുമ്പോൾ അവർക്ക് ആ ഒരു ഒഴുക്കിന്റെ ശക്തിയെ അവർക്ക് ഒരു പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡൗട്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഡോക്ടർ പി എസ് സുനിൽ, ഇപ്പോൾ സ്കൂബ ടീം എടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അവർ ഐഡന്റിഫൈ ചെയ്ത കോൺടാക്ട് പോയിന്റ് 1 ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ഡാറ്റ ടീം ആ കോൺടാക്ട് പോയിന്റ് 1 നമ്മുടെ സംവിധാനത്തിലൂടെയും ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. അങ്ങേക്ക് ഇപ്പോൾ റിപ്പോർട്ടറിന്റെ സ്ക്രീൻ കാണാമോ? കാണാം. ഇപ്പോൾ നദിയിൽ തെരച്ചിൽ നടക്കുന്ന ആ സംഘം, നേവിയുടെയും NDRFിൻ്റെയും സംഘം പൊസിഷൻ ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്ന് കരയിൽ നിന്ന് ഒരു 20 മീറ്റർ മാറിയ ഭാഗമാണ്. അവിടെയാണ് കൃത്യമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ സിഗ്നലിലേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് എത്തുന്നതിന് അവർക്കിപ്പോൾ തടസ്സമായിരിക്കും. നമുക്ക് ആ ടെറൈനിലേക്കൊന്ന് പോകാം. അങ്ങേക്ക് കുറച്ചുകൂടി ഈ ഒരു ജിയോളജി ആൻഡ് ജിയോഫിസിക്സ് മേധാവി എന്ന നിലയിൽ കുറച്ചുകൂടി ഇൻസൈറ്റ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് സ്കൂബ ടീം പരിശോധനയ്ക്കായി പോകാത്തത്, എന്തുകൊണ്ട് കാത്തു നിൽക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. ഇതാണ് ആ ടെറൈൻ. ഇപ്പോൾ കോൺടാക്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ഇത്. ഇവിടെയാണ്, അതായത് ഈ കരയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മരങ്ങളുള്ള ഭാഗമൊക്കെ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും തകർന്നതാണ്. ഈ ദേശീയപാതയുടെ ഓരം മുതൽ, ഈ തിട്ട മുതൽ തന്നെ ഇടിഞ്ഞു നിൽക്കുകയാണ്. ഈ തിട്ട മുതൽ തന്നെ ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ ഈ ഒരു കോൺടാക്റ്റിലേക്ക് എത്തുന്നതിന് ഈ ഭാഗം മുതൽ, അതായത് ഈ വഴിയുടെ ഓരം മുതൽ തന്നെ ഇടിഞ്ഞ് താഴേക്ക് കിടക്കുകയാണ്. താഴേക്ക് ഈ മണ്ണിനടിയിലേക്ക്, ഈ നദിയുടെ അടിത്തട്ടിലേക്ക് വന്നു കിടക്കുകയാണ്. അതിന് നടുവിലായി ഇപ്പുറത്തായി ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ആ നദിയുടെ നടുവിൽ തന്നെ നമ്മൾ ആക്ച്വൽ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. നേരത്തെയുള്ള ആകാശ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. സ്ക്രീനിൽ രണ്ടും കൂടി കാണുമ്പോൾ അങ്ങേക്ക് കൃത്യമായ ഒരു ഉത്തരം തരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം 20 മീറ്ററാണ്. 20 മീറ്റർ അകലെയായാണ് ഈ സിഗ്നൽസ് കിട്ടിയിരിക്കുന്നത്. സൈഡ് സ്കാൻ സോണാറിൽ കിട്ടിയിരിക്കുന്ന സിഗ്നൽ അതാണ്. അപ്പോൾ ആ സൈഡ് സ്കാൻ സോണാറിൽ കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഈ കോൺടാക്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഭാഗം ഇതാണ്. ഇപ്പോൾ ഈ നദിയിൽ 20 മീറ്റർ മാറി, അതായത് നേരത്തെ കരയുണ്ടായിരുന്നു, ആ കരയെല്ലാം ഇടിഞ്ഞ് നദിയിൽ കിടക്കുകയാണ്. അടിത്തട്ടിൽ ഈ മരങ്ങളുടെ കഷ്ണങ്ങളുണ്ട്. അതുകൊണ്ട് ഒഴുക്ക് പഴയ രീതിയിലല്ല, വളഞ്ഞു പുളഞ്ഞുള്ള ഒഴുക്കാണ്. ഈ നദി ഈ ഭാഗത്ത് നേരത്തെ തന്നെ വളഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഈ കടയുമൊക്കെയുള്ള ഈ ഒരു ചതുപ്പ് ഭാഗം അവിടെ നിലനിന്നിരുന്നതിനാൽ മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതൽ വിസ്തൃതി അവിടെ കൂടുതലാണ് കരയ്ക്ക്. നമുക്ക് ആ പഴയ ദൃശ്യത്തിൽ കൃത്യമായി കാണാൻ കഴിയും. അവിടെ നിന്ന് മാറി ഈ കരയെല്ലാം നദിക്കടിയിൽ കുറേ ഭാഗങ്ങൾ, കരയിലുണ്ടായിരുന്ന വസ്തുക്കളുടെ, പുഴയുടെയും വീടിൻ്റെയും ഒക്കെ ഭാഗങ്ങളുമെല്ലാം ഈ പുഴയുടെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ട്. അതിനും മാറിയാണ് ഈ ട്രക്കിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അവിടേക്ക് എത്തിച്ചേരാൻ ഏത് രീതിയിലായിരിക്കും ഈ റിവർ ബെഡിൽ മാറ്റമുണ്ടായത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മൾ തേടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഡ്രോൺ പരിശോധനയിലും തേടുന്നത് ഇതാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. നമ്മളിപ്പോൾ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത്
ഗംഗാവാലി നദിയുടെ ആകാശ ദൃശ്യമാണ്. അതിന് നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന 3 മൺകൂനകൾ, ആ 3 മൺകൂനകൾക്കും ഒപ്പം കര ഇടിഞ്ഞു വീണ ഭാഗത്തിനും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമെന്ന് പറയുന്നത് ഇതാണ്. ആ പ്രദേശത്തിന് ഇപ്പുറത്തായാണ് ആ ട്രക്ക് നിർത്തിയിട്ടിരുന്ന പൊസിഷനുള്ളത്. ആ ട്രക്ക് നിർത്തിയിട്ടിരുന്ന പൊസിഷനിൽ നിന്നും ഈ ഡിവൈഡറൊക്കെയുള്ള ഭാഗത്തേക്ക് പോകാതെ അതിനുശേഷമുള്ള പാതയുടെ ഭാഗത്തു കൂടിയാണ് ഈ വാഹനം ഇവിടേക്ക് വന്ന് പതിച്ചത് എന്ന് വേണം കരുതാൻ. അപ്പോൾ ട്രക്കിൻ്റെ നേരത്തെയുള്ള പൊസിഷൻ ISROയുടെ സിഗ്നൽ അനുസരിച്ച് അവിടെയാണ്. അപ്പോൾ ഡോക്ടർ പി എസ് സുനിൽ, ഇതിൽ നിന്ന് താങ്കൾക്ക് എത്താൻ കഴിയുന്ന ഒരു ഇൻഫറൻസ് എന്താണ്? മുമ്പ് കണ്ട ഒരു വീഡിയോ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഒരു ബോട്ടുണ്ട്, അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം, അതായത് മരങ്ങളൊക്കെ നിൽക്കുന്ന നമ്മുടെ ആ പുഴയുടെ സൈഡ്, അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് വളരെ സ്റ്റീപ്പാണ്. ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു മറ്റേ റോഡിൽ നിന്ന് വരുന്നു. അതിന്റെ ഒരു സ്ലാൻഡിങ് പൊസിഷൻ നോക്കുന്ന സ്ലാൻഡിങ് അല്ല, ഇത് വളരെ വെർട്ടിക്കലായിട്ടാണ്, അതായത് ലംബമായിട്ട്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു വളരെ ആഴമേറിയ ഒരു സ്ഥലമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറഞ്ഞ് ചരിഞ്ഞ ഒരു നമ്മുടെ റോഡിൽ നിന്ന് ആ പുഴയിലേക്ക് ഇറങ്ങി വരുന്ന ഭാഗം ഒരു സ്ലോപ്പ് രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ആഴം കുറഞ്ഞ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു സ്റ്റീപ്പായ ഏരിയയാണ്. അപ്പോൾ അത് മാത്രമല്ല, അവിടെ മുമ്പേ താങ്കൾ പറഞ്ഞ പോലെ പുഴ ഒരു വളവുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ഭാഗമായിട്ടൊക്കെ അവിടെ ഇറോഷൻ അല്ലെങ്കിൽ അവിടുന്ന് ഈ മണ്ണ്, ഈ സാധാരണ മൺസൂൺ സമയങ്ങളിൽ അധികം വെള്ളം വരുമ്പം ആ ഒഴുക്കിന്റെ ഗതി അനുസരിച്ച് ഒരു ടേണിങ് വരികയും അവിടുന്ന് കൂടുതലും മണ്ണ് എറോഡ് ചെയ്യാൻ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുപോലെ തന്നെ അവിടെ ഒരു ആഴം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആഴമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓൾറെഡി ഈ മണ്ണിടിഞ്ഞു വന്ന മണ്ണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ മഴയുടെ ഭാഗമായിട്ട് അണ്ടർ കറണ്ട്, അതായത് താഴത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് ഈ മുകളിൽ കാണുന്നതിനെക്കാട്ടി വളരെ വേഗത്തിലായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതായിരിക്കും ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഈ നാവികര് അതിനെപ്പറ്റി ആലോചിക്കുന്നതും അതിനുള്ളൊരു പ്രതിവിധിയായിരിക്കും അവർ ആലോചിച്ചുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു.